ചിക്മംഗ്ലൂർ കർണാടക സ്റ്റേറ്റിലെ ഒരു ജില്ല. മലനിരകളാലും കോഫി കൃഷിക്ക് പേര് കേട്ടതുമായ ഒരു ജില്ലയാണ് ചിക്മംഗ്ലൂർ. ആദ്യമായി ഇന്ത്യയിൽ കോഫി കൾട്ടിവേറ്റ് ചെയ്ത സ്ഥലവും ഇവിടെയാണ്. ഹിൽ സ്റ്റേഷൻ ആയതിനാൽ പൊതുവെ തണുത്ത ഒരു കാലാവസ്ഥയോട് കൂടിയ ഒരു പ്രദേശമാണ് ചിക്മംഗ്ലൂർ. നമ്മുടെ വെസ്റ്റേൺ ഗാട്ട്സിന്റെ ഒരു ഭാഗമാണ് ഈ ചിക്മംഗ്ലൂർ. ഹിൽ സ്റ്റേഷൻ ആയതിനാൽ തന്നെ മിക്കവാറുമുള്ള ഇവിടുത്തെ സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാൻ ഏറ്റവും എളുപ്പം ജീപ്പുകളിലാണ്. ആദ്യത്തെ വ്യൂ പോയിന്റ് ആയ ഹൊന്നമന ഹല്ല ഫോൾസിലേക്ക് നമ്മൾ പോകുന്നതും ഒരു ജീപ്പിലാണ്. പോകുന്ന വഴി അത്ര ഓഫ് റോഡ് വഴികളൊന്നും അല്ലെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ചെറുതും വലുതുമായ ഹെയർ പിന്നുകൾ കയറി ഞങ്ങൾ മുകളിലേക്ക് എത്തിയപ്പോൾ നല്ലൊരു വ്യൂ പോയിന്റിന്റെ ഭാഗം എത്തിയ സമയത്ത് ഞങ്ങൾ ഡ്രൈവർ ചേട്ടനും ഞങ്ങൾക്ക് വണ്ടി നിർത്തി തന്നു. അവിടെ നിന്ന് നോക്കുന്ന സമയത്ത് കോട കയറി നിൽക്കുന്ന വലുതും ചെറുതുമായ മലനിരകൾ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തതിന് ശേഷം ഞങ്ങൾ അടുത്ത പോയിന്റിലേക്കുള്ള യാത്ര തുടങ്ങി. ഈ ഹൊന്നമല ഹല്ല ഫോൾസ് അത്ര വലിയൊരു വെള്ളച്ചാട്ടമൊന്നുമല്ല, നല്ലൊരു അരുവിയാണ്. രണ്ട് മലയുടെ ഇടയിൽ കൂടെ വരുന്ന ഒരു നല്ലൊരു അരുവി. അവരൊരു നല്ലൊരു വൃത്തിയായി സ്റ്റെപ്പ് കെട്ടി അത് സൂക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് ഉള്ളിലേക്ക് ഞങ്ങൾക്ക് കയറാൻ പറ്റിയത് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കാല് നനയ്ക്കാനും കുറച്ചു നേരം അതിന് ഇടയിൽ കൂടെ നടക്കാനും ഒക്കെ സാധിച്ചു. അപ്പോഴേക്കും സമയം ഏതാണ്ട് 12-12:30 ആയിരുന്നു. അപ്പോഴേക്കും അടുത്ത് തന്നെ ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ടൂർ പ്ലാനേഴ്സ് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നുകിൽ ടൂർ പ്ലാനേഴ്സ് വഴി പോവുകയോ നമ്മളല്ലെങ്കിൽ ഫുഡ് കൊണ്ടുപോവുകയോ ചെയ്യുന്നതാണ് നല്ലൊരു ഓപ്ഷൻ. കാരണം സിറ്റിയിൽ നിന്നും വിട്ടു കഴിഞ്ഞാൽ കടകളോ ഹോട്ടലുകളോ ഒക്കെ അങ്ങകത്തേക്ക് കുറവാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് മാണിക്യധാര വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിക്കാണ് ഷൂട്ടിംഗ് പോയിന്റ്. ഷൂട്ടിംഗ് പോയിന്റ് കാണാനും ഞങ്ങൾ നിർത്തി. എന്തുകൊണ്ടാണ് ഷൂട്ടിംഗ് പോയിന്റ് എന്ന് വിളിക്കുന്നത് അറിയില്ല. പണ്ട് ആരെങ്കിലും ഇവിടെ ഷൂട്ടിംഗ് നടത്തിയത് കൊണ്ടാവാം എന്ന് വിശ്വസിച്ച് ഞങ്ങൾ അടുത്ത പോയിന്റിലേക്ക് നീങ്ങി. ഷൂട്ടിംഗ് പോയിന്റ് കഴിഞ്ഞാൽ പിന്നുള്ളത് ഇസഡ് പോയിന്റ് ആണ്. ഇസഡ് പോയിന്റിന്റെയും കുറച്ച് മുകളിലേക്കുള്ള ഭാഗമാണ് മാണിക്യധാര വ്യൂ പോയിന്റ്. സോ ഇസഡ് പോയിന്റ് എത്തുന്നതിന് മുമ്പ് അവിടെ ഞങ്ങൾ നിർത്തുന്നതിന് പകരം മാണിക്യധാര വ്യൂ പോയിന്റ് കൂടി കാണാൻ വേണ്ടി ഞങ്ങൾ കുറച്ചുകൂടി മുകളിലേക്ക് കയറി. മാണിക്യധാര വ്യൂ പോയിന്റിന്റെ ഭാഗത്തേക്കുള്ള റോഡ് കുറച്ച് ഓഫ് റോഡ് രീതിയായിരുന്നു. ഏതാണ്ട് ഒരു 200-300 മീറ്ററോളം നല്ല കട്ടറും നല്ല കുഴിയും അത്യാവശ്യം ഒരു ഓഫ് റോഡ് എഫക്ട്സ് തരുന്ന ഒരു റോഡുകളായിരുന്നു. എത്രയൊക്കെ പുതിയ മോഡേൺ കാറുകൾ വന്നാലും ഇവിടം ഭരിക്കുന്നത് നമ്മുടെ പഴയ ടാറ്റ സുമയും മേജറിന്റെ ജീപ്പുകളും മഹീന്ദ്രയുടെ ജീപ്പുകളും ബൊലേറോയും ഒക്കെയാണ്. ഞാൻ കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരു ടാറ്റ സുമോ കാണുന്നത്. ഒരു 200-300 മീറ്റർ ഓഫ് റോഡ് എഫക്ട്സിന് ശേഷം ഞങ്ങൾ വീണ്ടും പഴയ പോലെ കോൺക്രീറ്റ് ചെയ്ത റോഡിലേക്ക് കയറി. മാണിക്യധാര വ്യൂ പോയിന്റിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് കുറേ മലകളും ഇസഡ് പോയിന്റിന്റെ കുറച്ച് ഭാഗങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. മാണിക്യധാര വ്യൂ പോയിന്റ് എത്തുമ്പോഴേക്കും നമ്മൾ ഏതാണ്ട് ഒരു 3000 അടി ഹൈറ്റിലേക്ക് നമ്മൾ എത്തും. നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്നും. അതേപോലെ മാണിക്യധാരയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദേവിരാമ ടെമ്പിൾ കാണാൻ സാധിക്കും. അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നല്ല തണുപ്പായി തുടങ്ങിയിരുന്നു. അപ്പോൾ ഒരു വൈകുന്നേരത്തെ ഒരു ചായയും മാണിക്യധാരയിൽ നിന്നും കുടിച്ച് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. മാണിക്യധാരയിൽ നിന്ന് ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ താഴെ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇസഡ് പോയിന്റ് കാണാം. വിശാലമായ സ്ഥലം, നമുക്ക് കുറേ നടക്കാം. ഏകദേശം 2 കിലോമീറ്ററോളം ഞങ്ങൾ അതിൽ നടന്നിട്ടുണ്ട്. ഒരു 5:30-6 മണിയോടുകൂടി അവിടെ നല്ല ഇരുട്ടായി തുടങ്ങിയതോടുകൂടി ഞങ്ങൾ ചിക്മംഗ്ലൂർ സിറ്റിയിലേക്ക് തിരിച്ചിറങ്ങി.